പരിശുദ്ധിയെ അജയമായ ഒരു പരിചയമാക്കും. ജ്ഞാനം 5:19. ഈ വചനം തരുന്നത് ഒരു വലിയ രഹസ്യമാണ്. അതൊരു വലിയ രഹസ്യം മഹത്വവുമാണ്. വിശുദ്ധിയെ അജയമായ പരിചയമാക്കും. കാരണം അതിൻ്റെ ഏറ്റവും ആഴമായ കാരണം എന്ന് പറയുന്നത് ദൈവം പരിശുദ്ധനാണ് എന്നുള്ളതാണ്. അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും അവനെ പോലെ പരിശുദ്ധരായിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ സമീപിക്കുക അസാധ്യമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വിശുദ്ധി അജീയമായ പരിചയമാക്കുമെന്ന് പറഞ്ഞാൽ വിശുദ്ധരായിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു രാജാവിനോട് നമുക്കുള്ള കൂട്ടായ്മ, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളുടെ കൂട്ടുകാരനാണ് എങ്കിൽ നമ്മൾക്ക് എവിടെയാണ് പരാജയം സംഭവിക്കുക? നമ്മൾ ആരുടെ മുൻപിലാണ് പരാജയപ്പെടുക? അതിന് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. കാരണങ്ങളായി നമ്മൾ നോക്കുന്ന കാര്യത്തിലും ചിന്തിക്കുന്ന കാര്യത്തിലും പ്രവർത്തിക്കുന്ന കാര്യത്തിലുമെല്ലാം നാം വിജയം പ്രാപിക്കും. കാരണം ഒന്ന്, രാജാവ് നമ്മുടെ സുഹൃത്താണ്. നമ്മൾ മണ്ടത്തരം പറഞ്ഞാൽ അവൻ നമ്മളെ തിരുത്തും. 2, ബാക്കിയെല്ലാവർക്കും നമ്മൾ പറയുന്നത് എതിർക്കുവാൻ ഭയമായിരിക്കും. അവർക്കുള്ളിൽ ഒരു ഭയമുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് കള്ളത്തരം പറയാം എന്നല്ല അതിൻ്റെ അർത്ഥം. രാജാവ് നമ്മുടെ സുഹൃത്തായിരുന്നത് കൊണ്ട് നമുക്ക് ചില ഓപ്ഷൻസ് കൂടുതലുണ്ടാകും എന്ന് മാത്രമാണ്. അതുപോലെ തന്നെ വിശുദ്ധിയെ അവിടുന്ന് അജയമായ പരിചയമാക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് വിശുദ്ധി മൂലമുണ്ടാകും. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു കാര്യത്തെ, ഒരു സാഹചര്യത്തെയോ ഒരു പ്രവൃത്തിയെയോ ദൈവം നാം എങ്ങനെ പരിവർത്തിക്കുന്നു എന്നതാണ്. ആ ദൈവഹൃദയത്തിൻ്റെ കാഴ്ചപ്പാട് അതിനോട് ചേർന്ന് നാം മനസ്സിലാക്കുന്ന ശേഷിയാണ് നാം വിശുദ്ധി എന്ന് പറയുന്നത്.